നമസ്കാരം. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? ഇന്നത്തെ വീഡിയോയിലെ കാക്കകളുടെയും പക്ഷികളുടെയൊക്കെ ചെറിയ ചെറിയ ബഹളങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും. ഞങ്ങൾ ഇന്നുള്ളത് വാഗമണിലാണ്. വാഗമണിലെ ഒരു കോട്ടേജിന്റെ മുമ്പിലായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾ താമസിച്ച കോട്ടേജിന്റെ മുമ്പിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. കുറേ പേര് ചോദിക്കുന്നുണ്ട്, എന്താ വീഡിയോ ഒന്നും ചെയ്യാത്ത, വീഡിയോ ഇങ്ങനെ അടുപ്പിച്ച് ഇടാത്തത് കൊണ്ടാണ് വ്യൂസ് കുറയുന്നത്, നല്ല ടോപ്പിക്കൊക്കെ ആണല്ലോ ഇടുന്നത്, പക്ഷേ അതിൻ്റെ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ അടുപ്പിച്ച് വീഡിയോ ചെയ്യാനായിട്ട് നോക്കണേ ചേച്ചി, അല്ലെങ്കിൽ വ്യൂസ് കുറയും എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിയാണ്, ഞാൻ കംപ്ലീറ്റ്ലി ആ ഒരു അഭിപ്രായത്തോട് മാനിക്കുന്നു. ഇതുപോലുള്ള നിർദ്ദേശങ്ങൾ ഇനിയും തുടർന്ന് തരണം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 കാരണമുണ്ട്. അതിലൊന്ന് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാരണമാണ് ഞങ്ങൾക്ക്. അത് നിങ്ങളുമായിട്ട് ഉടനെ വൈകാതെ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത്രയും നാളത്തെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷനിൽ വെച്ച് ദ ഗ്രേറ്റസ്റ്റ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സന്തോഷമാണ് വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നത്. അത് ദൈവം സഹായിച്ച് നിങ്ങളുടെ അടുത്ത് അടുത്ത മാസം എനിക്ക് നിങ്ങളെ കാണിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോ ഓഫ് അട്രാക്ഷനെ സംബന്ധിച്ച വീഡിയോസ് അല്ലെങ്കിൽ മോട്ടിവേഷണൽ വീഡിയോസ് ആണ് ഞാനിടുന്നത്. നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ എന്തെങ്കിലും എനിക്കൊരു സന്ദർഭം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് വരണം. അങ്ങനെ വരുമ്പോൾ പിന്നെ ഞാൻ സ്ഥലം ഏതാ ദിക്ക് ഏതാന്നൊന്നും നോക്കാതെ ആ ഒരു സ്ഥലത്ത് നിന്ന് ചെയ്യും. അതാണ് ഇപ്പം ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം വന്നതും. അപ്പം എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം കേട്ടറ്റിൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുറേ നാളായിട്ട് ട്രൈ ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബറും കൂടിയാണ് അവർ. അങ്ങനെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് അറിയിക്കുന്നത്, കുറേ തവണയായി ചേച്ചി ട്രൈ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും തന്നെ അഫർമേഷനും അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താ ഇങ്ങനെയെന്ന്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ഇതിനകത്തൊരു കാര്യം പറയട്ടെ. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഈ ലോ ഓഫ് അട്രാക്ഷൻ മെന്റേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്ന ആളുകൾ, അത് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവരുടെ എന്തെങ്കിലും സക്സസ് സ്റ്റോറി കാണിച്ചു തരാനായിട്ടുണ്ടാവും. അവർക്ക് എല്ലാ കാര്യങ്ങളും അവർ ആഗ്രഹിക്കുന്ന നേടുന്നുണ്ട്. നമ്മൾ കാണുന്ന വലിയ വലിയ മെന്റേഴ്സ് തുടങ്ങി ഈ അടുത്തിടെ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് വരുന്ന പുതിയ ആളുകൾ ഉൾപ്പെടെ ലോ ഓഫ് അട്രാക്ഷൻ മെന്റേഴ്സിന് അവർക്ക് ഒരു വിജയകഥ അവർക്ക് പറയാനുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഈ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന നമ്മുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ്, അവരിതൊക്കെ ഫോളോ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അവർക്ക് എന്തുകൊണ്ടാണ് നടക്കാത്തത് എന്നുള്ളത് ഒരുപാട് കാരണങ്ങൾ അതിനായിട്ടുണ്ട്. അതിലേറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഇത് ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ ഇതൊക്കെ പ്രയോഗിച്ചു കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടുമെന്നുള്ളതില്ല. 2023-24 കാലഘട്ടം തുടങ്ങി ഞാൻ ട്രൈ ചെയ്തതിൻ്റെ റിസൾട്ട് എനിക്ക് 2026 കിട്ടിയിട്ടുള്ളത്. അല്ലാതെ നമുക്ക് കഴിഞ്ഞ മാസം തുടങ്ങി. പക്ഷെ ആ കാലം അത്രയും സ്ഥിരത എന്ന് പറയുന്നതും ഒരേ എനർജി ലെവലിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് മാത്രമാണ് അതിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ, ഒന്ന് ക്ഷമ വേണം, 2 കൺസിസ്റ്റൻസി വേണം. ഇന്ന് നാളെ ചെയ്തിട്ട് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടാത്തപ്പോൾ നമ്മൾ ഡൗൺ ആയി പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മളിത് ബാക്കിലേക്ക് വലിക്കും. മനസ്സിലാവുന്നുണ്ട്? ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു പ്രത്യേകത അതാണ്. ആകർഷണ നിയമം എന്ന് പറയുന്നത് എനർജി ഉപയോഗിച്ചിട്ടാണ്. എല്ലാ ചരാചരങ്ങൾക്കും എനർജി ഉണ്ട്. അപ്പം മനുഷ്യ ശരീരത്തിൽ ഉള്ള ഒരു എനർജി, ചിന്തകളുടെ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ നല്ല ചിന്തകളെ, നല്ല പ്രവൃത്തികളെ ആകർഷിച്ചെടുക്കുന്ന ഒരു ടെക്നിക്കാണ് ആകർഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഏറ്റവും നിസ്സാരമായിട്ടുള്ളൊരു കാര്യം, നിസ്സാരമാണ് പക്ഷെ ഏറ്റവും വില്ലനാണ് ദേഷ്യം എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മൾ എല്ലാവർക്കും സ്നേഹം ഉള്ളതുപോലെ തന്നെ എല്ലാ വ്യക്തികളിലും എന്തുണ്ട്? ദേഷ്യവുമുണ്ട് അല്ലെ? പ്രത്യേകിച്ച് അമ്മമാരാണെങ്കിൽ കുട്ടികളോട്, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത്, അമ്മായിയമ്മയുടെ അടുത്ത്, ഇനി ടീച്ചർമാരാണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ദേഷ്യപ്പെടേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ദേഷ്യപ്പെടും. അപ്പൊ ദേഷ്യം എന്ന് പറയുന്നത് എല്ലാ വ്യക്തികളിലുമുള്ള ഒരു വികാരമാണ്. പക്ഷെ ഇതിനെ എങ്ങനെ നമ്മൾ പ്രയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ശരീരത്തിൽ വരും. ഇപ്പോൾ പെരി മെനോപോസ് അല്ലെങ്കിൽ മെനോപോസ് സ്റ്റേജിലൊക്കെ എത്തി നിൽക്കുന്ന സ്ത്രീകൾക്കാണെങ്കിൽ ദേഷ്യം കൂടുതലായിരിക്കും.
അല്ലെങ്കിൽ ഹോർമോൺ ലെവൽ അനുസരിച്ച് നമുക്ക് PCOD, തൈറോയിഡിന്റെ ഒക്കെ ഇഷ്യൂസ് വരുമ്പോൾ ചില ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവരിലും ദേഷ്യം കൂടുതലായിട്ട് നിൽക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഒരു സൈഡിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. രാവിലെയൊക്കെ എഴുന്നേറ്റ് നല്ല മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അഫർമേഷൻ നമ്മൾ എഴുതി വെക്കുന്നുണ്ട്. പക്ഷെ കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് വരും. താരതമ്യേന ദേഷ്യത്തിന്റെ അളവ് കൂടിയിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവ് എനർജിയാണ് വീണ്ടും അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. സോ രാവിലെ എന്ത് ചെയ്തോ അത്രയും കാര്യത്തെ പിന്നെയും ബാക്കിലേക്ക് വലിക്കുന്ന പ്രവൃത്തി ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ചയോടുകൂടി നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടുന്നു. വേണ്ടാത്ത കാര്യങ്ങളെ നമ്മൾ ഒരുപാട് ചിന്തിച്ചെടുക്കുന്നു. ഇതിന് ഉള്ള ഒരു ചെറിയ ടിപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമുക്ക് സ്നേഹം അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്ന പോസിറ്റീവായിട്ടുള്ള വികാരങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളെ അതിവേഗം ആകർഷിച്ചെടുക്കാൻ സഹായിക്കുന്നുവെങ്കിൽ അതുപോലെ തന്നെയാണ് ദേഷ്യം, വെറുപ്പ് തുടങ്ങിയ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ. എല്ലാം ഇമോഷനാണ്. സ്നേഹം, സന്തോഷം ഇമോഷനാണെങ്കിൽ ദേഷ്യവും വെറുപ്പും എന്താണ്? അതും ഒരു ഇമോഷനാണ്. മനുഷ്യനാണോ ഇത് രണ്ടും ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും മെഡിറ്റേഷൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ല വേ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ തന്നെയാണ്. അത് ശീലമാക്കിയിട്ടില്ലാത്തവര് ശീലമാക്കുക. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ 1-2 ദിവസങ്ങളൊന്നുമല്ല, തുടർച്ചയായ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ തന്നെ അതിനായിട്ട് വേണ്ടിവരും. അത്രയും ക്ഷമയുള്ളവർക്ക് നിങ്ങൾക്ക് അത് ചെയ്തു നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും മാറ്റം വരും. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ട് 1-2 മാസം കൊണ്ട് എന്നെ കമന്റിൽ അറിയിക്കരുത്. ഞാൻ പറയാണ്, മാസങ്ങൾ, വർഷങ്ങൾ തന്നെ എടുത്തു കഴിയുമ്പോഴാണ് ഇതിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയുള്ളൂ. ഇനി മെഡിറ്റേഷനൊക്കെ ടഫാണ്, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്താണ് വേണ്ടാത്ത ചിന്തകളെല്ലാം തോന്നുന്നതെന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഉള്ളൊരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നതും മെഡിറ്റേഷൻ തന്നെയാണ്. ഇതിനെ രണ്ടും രണ്ടായി നിങ്ങൾ കാണണ്ട. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തും, ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, അല്ലെങ്കിൽ അതുപോലുള്ള കീർത്തനങ്ങൾ, ഇതൊക്കെ ചൊല്ലുന്നത്, ഹനുമാൻ ചാലീസ ചൊല്ലുന്നത്, ഇതെല്ലാം തന്നെ ഒരുതരം ഹീലിംഗ് ആണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് ഹീലിംഗ് ആണ്. ഓക്കെ, അപ്പൊ മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആണെങ്കിലും അവരെ വിശ്വസിക്കുന്ന ദൈവത്തിൽ അവരുടേതായ പ്രാർത്ഥനകൾ കണ്ണടച്ചിരുന്ന് ചെയ്യുന്നതും മെഡിറ്റേഷൻ തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും അല്ല കേട്ടോ, നമ്മൾ കോൺഷ്യസ് ആയിട്ട് തിങ്ക് ചെയ്യുക. ചിന്തകളെ മറികടക്കാനുള്ള മറുമരുന്നെന്ന് പറയുന്നത് ചിന്തകൾ തന്നെയാണ്. നമ്മൾ പറയില്ലേ, പാമ്പിന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ ആ വിഷത്തിന് പകരം കൊടുക്കുന്നതും മറ്റൊരു വിഷം തന്നെയാണ്, അല്ലെ? ആന്റിവെനം എന്ന് പറയുന്നത് അതാണല്ലോ. വിഷത്തെ വിഷം കൊണ്ട് തന്നെയാണ് ചികിത്സിക്കുന്നത്. ഇതുപോലെ തന്നെ ചിന്തകൾ വരുമ്പോൾ, വേണ്ടാത്ത ചിന്തകൾ വന്ന് ദേഷ്യം, വെറുപ്പ് തുടങ്ങിയ വികാരങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ, നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കുന്നതും ചിന്തകൾ കൊണ്ട് തന്നെയായിരിക്കണം. എന്ത് ചെയ്യണം? നിരന്തരം ഇതിന്റെ കോൺസിക്വൻസ്, ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണോ അതിനെക്കുറിച്ച് വേണം നിങ്ങൾ ചിന്തിക്കാൻ. നിങ്ങൾക്കൊരു ദേഷ്യം തോന്നി, ഓക്കെ, ആ ദേഷ്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. ആ പ്രവൃത്തിയുടെ പരിണിത ഫലം എന്താന്ന് നോക്കണം. കഴിഞ്ഞ ദിവസം നമ്മളൊരു ന്യൂസ് കണ്ടതാണ്. അച്ഛൻ ദേഷ്യത്തില്, അതായത് വാക്കുതർക്കം ഉണ്ടായി ദേഷ്യത്തില് മകനെ ഒന്ന് തല്ലിയതാണ്. പക്ഷേ മകൻ മരണപ്പെട്ടു. ഇതുപോലെ നമ്മളെ കയ്യിലിരിക്കുന്ന വസ്തു എന്ത് തന്നെയായാലും, ചിലപ്പോൾ ഫോണായിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും, നമ്മൾ എറിഞ്ഞുടയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയും. ഇതെന്തായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇത് ഉണ്ടാക്കുന്ന ഫീലിങ്സ് എന്താണെന്നൊന്നും നമ്മൾ അപ്പോൾ മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഇതിന് ശേഷം ദേഷ്യമൊക്കെ ഒന്ന് അടങ്ങി കഴിഞ്ഞു കഴിയുമ്പോഴാണ്, ഫോൺ തല്ലിപ്പൊട്ടിച്ച് നശിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ 10,000-10,000 രൂപ നമുക്ക് മുടക്ക് വന്നു, അല്ലേ? അല്ലെങ്കിൽ നമ്മളാ ചെയ്ത അത്രയും വലിയൊരു പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്കുണ്ടായ നഷ്ടത്തിന് നമ്മൾ പരിഹാരം, അല്ലെങ്കിൽ നമ്മൾ പശ്ചാത്തപിക്കുമ്പോഴാണ് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുക. അപ്പോൾ എന്തായാലും നമുക്ക് ദേഷ്യം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഓരോ ദിവസവും രാവിലെ നമ്മളൊന്ന് ജസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇന്ന സാഹചര്യത്തിലാണ് ഞാൻ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടാവുക, എനിക്ക് ദേഷ്യം ഉണ്ടാവാൻ സാധ്യതയുള്ളത്. സോ ആ ദേഷ്യത്തിൽ ഞാൻ പറയാൻ പോകുന്ന വാക്കുകൾ ഇതൊക്കെ തന്നെയായിരിക്കും, ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ ഇതൊക്കെ തന്നെയായിരിക്കും. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞാൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ചെയ്തതിൻ്റെ പരിണിത ഫലം എന്താണോ അതിനെയും നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. ഈ വിഷ്വലൈസ് ചെയ്യുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ ആരും മണ്ടത്തരമാണ് പൊട്ടത്തരാണെന്ന് ചിന്തിക്കാൻ വരട്ടെ, ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആ പ്രവൃത്തിയോട് അടുക്കുമ്പോൾ നമ്മളുടെ മനസ്സ് നമ്മളെ അത് ഓർമ്മിപ്പിക്കും. അതാണ് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ ആ ദേഷ്യപ്പെടാൻ സാഹചര്യം വന്നു കഴിയുമ്പോഴത്തേക്കും, നമ്മൾ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും രാവിലെ വിഷ്വലൈസ് ചെയ്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇന്ന പോലെ ആയിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് ജസ്റ്റ് മുഴുവനായിട്ടല്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് വരും. സോ മൂവ്മെൻ്റ് ആണ്
ഏറ്റവും നല്ല പോകാൻ വഴി. അപ്പോൾ ആ ദേഷ്യം വരുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അവിടെ നിൽക്കാതിരിക്കുക. അപ്പോൾ ദേഷ്യം വന്ന് നിൽക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾ ആ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആ റൂമിൽ നിന്നൊന്ന് മാറി ഒരിടത്ത് പോയി റൂം അടച്ചിരിക്കുക. ഓക്കെ. ഇനി മീറ്റിങ്ങുകളിലും കാര്യങ്ങളിലും ഒക്കെയാണ് നിങ്ങളുടെ ബോസാണ് എന്തെങ്കിലും ഒരു കാര്യം പറയണേ, റിയാക്ട് ചെയ്യണം, നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നുള്ളതെന്നൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് മീറ്റിങ്ങിൽ നിന്ന് പോകാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അർജന്റ് ഫോൺ കോൾ വരുന്നതായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടുന്ന് മാറുക. ഇല്ലെങ്കിൽ നിങ്ങൾ ചെവി പൊത്തിയിരുന്ന് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുക. ഇങ്ങനെയുള്ള ടിപ്പുകൾ നമ്മൾ കണ്ടെത്തുക. ഇതെല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ നോക്കുക. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ തന്നെ കളക്ട് ചെയ്യുക. അതായത് ഇന്നത്തെ ദിവസം ഞാൻ ഇന്ന സാഹചര്യങ്ങൾ വന്നപ്പോൾ ഞാൻ എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്തതെന്നുള്ളത്. പറ്റുവാണെങ്കിൽ ഡയറി എഴുതുന്ന ശീലമുള്ളവരാണെങ്കിൽ അതൊന്ന് കുറിച്ച് വെക്കുക. ഇതിങ്ങനെ ദിവസങ്ങളോളം ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, മുമ്പ് ഉണ്ടായിരുന്ന നിങ്ങളുടെ ദേഷ്യവും ഇപ്പോഴുള്ള നിങ്ങളുടെ ദേഷ്യവും തമ്മിൽ നോക്കുമ്പോൾ എത്രത്തോളം ഞാൻ മാറിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴും ഞാൻ പറയട്ടെ, ഇതൊന്നും നമ്മളൊരു ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് വരണ പോലെയോ, പെട്ടെന്നൊരു കൗൺസിലിങ്ങിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ, നമ്മൾ ഈ കൗൺസിലിങ്ങിനൊക്കെ പോയി ഇരിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ഹീലിംഗ് തോന്നും. തിരിച്ച് വീട്ടിൽ വന്ന് 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ പഴയ പോലെയാവും. അപ്പം അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന ഒരു എഫക്റ്റ് ഒന്നും ഇതിന് വരില്ല. അതുകൊണ്ടാണ് പലരും ക്ഷമയില്ലാത്തത് കൊണ്ടും അവർക്ക് റിസൾട്ട് കിട്ടുന്നില്ലാത്തത് കൊണ്ടും ഈ ആകർഷണ നിയമമൊക്കെ വെറുതെയാണ്, ഇതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാണ്. ഒരിക്കലും വെറുതെ പറയുന്നതല്ല. കാരണം ലോ ഓഫ് അട്രാക്ഷൻ മെന്റേഴ്സിന് ഇത് ചെയ്യാതെ നിവൃത്തിയില്ല. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനോ നിങ്ങൾക്കൊരു ക്ലാസ് എടുത്ത് തരാനോ പറ്റുള്ളൂ. ടീച്ചേഴ്സ് അങ്ങനെയല്ലേ, നമ്മൾ ക്ലാസ് എടുക്കുക എന്ന് പറയാൻ വെറുതെ വന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ വേണം, എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് നോളജ് വേണം. ആ സബ്ജക്റ്റ് നോളജ് വേണമെങ്കിൽ നമ്മൾ തലേദിവസം ഇരുന്ന് പഠിക്കുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ പിറ്റേ ദിവസം നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ, അല്ലെ? സബ്ജക്റ്റ് ഏതാന്ന് പോലും അറിയാതെ എങ്ങനെ ഒരു ടോപ്പിക്ക് നമ്മൾ പ്രസന്റ് ചെയ്യുക? അപ്പൊ ഇതുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ മെന്റേഴ്സിന് അവർക്ക് റിസൾട്ട് കിട്ടുന്നത്. മറ്റൊന്നുമല്ല, പ്രാക്ടീസ് ത്രൂ ഔട്ട്, കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് അവർ ചെയ്യുന്ന പ്രാക്ടീസാണ് അവരെ വിജയത്തിൽ എത്തിച്ചത്. ഓക്കെ. അപ്പോൾ ഇത് അവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമല്ല, അവരുടെ ക്ലാസ് കേൾക്കുന്ന ആളുകൾക്കും ഈ വീഡിയോ കാണുന്ന ആളുകൾക്കും ഒക്കെ അത് അവരുടെ ലൈഫിൽ അവർ എങ്ങനെ അപ്ലൈ ചെയ്യുന്നോ അതിനായിരിക്കും റിസൾട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും ദേഷ്യം, വെറുപ്പ്, അസൂയ, കുശുമ്പ് ഇങ്ങനെയുള്ളതെല്ലാം നമ്മളുടെ മനസ്സിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ തന്നെ ഒരിടത്തും എത്തിക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. പകരം എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കാം, സന്തോഷമായിട്ടിരിക്കാം, എല്ലാവരിലും ഒരു നന്മ കാണാനായിട്ട് ശ്രമിക്കുക, എന്തിലും നല്ലതുണ്ട് എന്ന് വിശ്വസിക്കുക. ഈ ഒരു രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സന്തോഷം ഉണ്ടാകും. വേറെ ആർക്കും അല്ല, നമുക്ക് തന്നെ ഫുൾ ടൈം നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. നല്ല നല്ല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.